ഹലോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യണത് ഒരു മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ ഞാൻ 5 മണിക്കായിരുന്നു എണീറ്റിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 5:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ നല്ലൊരു മോർണിംഗ് വൈബാണ്. അപ്പോൾ ഈ ഒരു രാവിലത്തെ 1-2 മണിക്കൂർ എന്ന് പറയുന്നത് നല്ലൊരു ടൈമാണ്. നമുക്ക് എന്ത് ചെയ്യാനും ഒരു സന്തോഷം തോന്നുന്ന ഒരു ടൈമും കൂടിയിട്ടാണിത്. അപ്പോൾ ഞാനിപ്പോൾ ചായയൊക്കെ കുടിക്കുന്നത് 6 മണിയായിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിൽ കയറൽ. അപ്പോൾ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കൽ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ ആദ്യം ഞാൻ ഇന്ന് ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോറും കറിയൊക്കെ വെക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് തോരനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ടിഫിൻ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ടിഫിനൊന്നും കൊടുത്തേക്കാറില്ല. അപ്പോൾ ചില ദിവസം മോള് രാത്രി പറയും ടിഫിൻ വേണമെന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ദിവസം ഞാൻ ഓഫീസിലേക്കും കൊടുത്തേക്കലുണ്ട്. അപ്പോൾ ഞാനിവിടെ ടിഫിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ചെയ്തു തുടങ്ങുന്നത്. ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ ആട്ടമാവിൽ ഒരു മുട്ടയും മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ടുള്ള ഒരു മിക്സ്ചറാണത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ദോശയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറി ഞാൻ നേരത്തെ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കുക്കിംഗ് ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ജോലികളും കൂടെ ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാത്രി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള പാത്രം കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ദോശക്ക് വെച്ചിട്ടുള്ള ആ ഒരു പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നനച്ചു കൊടുക്കാനുള്ള പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ നനച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി കൊടുക്കാം. ഇനി മെയിനായിട്ട് നമ്മുടെ സിങ്ക് എപ്പോഴും ഫ്രീ ആവുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും കഴുകാനോ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുക്കിംഗ് ടൈമിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഒരുപാട് ടൈം നമുക്കതൊക്കെ കഴുകിയെടുത്ത് വയ്ക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് അതിനായിട്ട് വേറെ ഒരു ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആവുന്നതാണ്. പിന്നെ കിച്ചണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ രാത്രിത്തെ ഫുഡ് വേസ്റ്റൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് ആ ഒരു വേസ്റ്റ് പിന്നൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്ക് അത് നല്ല നീറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ഡേ അത് ഫ്രഷായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ രാത്രിത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബാസ്ക്കറ്റ് പിന്നെയും രാവിലെ യൂസ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചൺ എപ്പോഴും നീറ്റും ഫ്രഷായിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വേസ്റ്റ് ബിൻ രാത്രി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും അതിനോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഓഫീസിലൊക്കെ ഒന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തേക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പത്തിൻ്റെ അടുത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി കഴുകിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 7:35 ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്, കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം നമുക്കായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും എപ്പോഴും ആ ഒരു കുക്കിങ്ങും കിച്ചണും ക്ലീനിങ്ങും മാത്രമായിട്ടിരിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാനും ചെറിയ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതുതായി പഠിക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് എപ്പോഴും ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ഒരു മൂഡി ഫീൽ ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലിരിക്കുന്നവരാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ഹാപ്പിയാക്കാൻ വേറൊരാൾ വരില്ല, നമ്മൾ തന്നെ വേണം അതിന് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.